എല്ലാ വർഗീയതയെയും ഒരുപോലെ എതിർത്തുകൊണ്ട് മാത്രമേ നാടിന്റെ സമാധാനവും മതനിരപേക്ഷ അടിത്തറയും നമുക്ക് സംരക്ഷിക്കാനാവൂ. എന്നാൽ ഈ യാതൊരു ബോധവുമില്ലാത്ത തീർത്തും ഉത്തരവാദിത്വരഹിതമായ പ്രവർത്തനമാണ് നമ്മുടെ രാജ്യത്ത് ഒരു കാലത്ത് ഭരണ നേതൃത്വമായിരുന്ന ഇന്നും പാർലമെന്റിൽ പ്രതിപക്ഷമെന്ന് കരുതപ്പെടുന്ന കോൺഗ്രസ് സ്വീകരിക്കുന്നത്. കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവ് വർഗീയതയ്ക്കെതിരെ പ്രസംഗിക്കുന്നതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? RSSനെതിരെ ദുർബലമായെങ്കിലും ഒരു വാക്ക് പറയുന്നതായി ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമുക്കങ്ങനെ കാണാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, ചരിത്രത്തിലെക്കാലവും RSSുമായി സന്ധി ചെയ്തും കൂട്ടുചേർന്നും ഇടതുപക്ഷ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്താനും ക്ഷണികമായ രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കാനുമാണ് കോൺഗ്രസ് പരിശ്രമിച്ചത്. അത് ഇന്നും ഇന്നലെയും ആരംഭിച്ചതല്ല. കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ 1986 നവംബർ 1 കേരളം ഒരു സംസ്ഥാനമായി രൂപീകരിക്കപ്പെടുന്നു. തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പ് 1957 ആദ്യത്തെ ഐക്യ കേരളപ്പിറവിക്ക് ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പിൽ ജനസംഘം മത്സരിച്ചിട്ടില്ല. അന്ന് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കാൻ അവർ തയ്യാറായില്ല. പക്ഷെ ആ തെരഞ്ഞെടുപ്പിലും ജനസംഘത്തിന്റെ ഒരു മൗന പിന്തുണ കോൺഗ്രസിനുണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലം 57 EMS ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ സംഘടിപ്പിക്കപ്പെട്ട വിമോചന സമരത്തിന് RSS പിന്തുണച്ചു എന്നതാണ്. കേരളത്തിൽ ആദ്യമായി ഒരു സമരത്തെ RSS പിന്തുണച്ചത് വിമോചന സമരത്തെയാണ്. ആ ബന്ധം അവിടെ നിന്ന് ആരംഭിക്കുന്നു. അതിനെ തുടർന്ന് നെഹ്റു ഗവൺമെന്റ് ഭൂരിപക്ഷമുള്ള EMS ഗവൺമെന്റിനെ പിരിച്ചുവിട്ടതല്ല നമുക്കറിയാം. ഞാൻ ആ ചരിത്ര വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പാണ് 1960 തിരഞ്ഞെടുപ്പ്, അതായത് രണ്ടാം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ്. ആ തിരഞ്ഞെടുപ്പിലാണ് ചരിത്രത്തിൽ ആദ്യമായി ജനസംഘം, അന്ന് BJP രൂപീകരിച്ചിട്ടില്ല, RSSന്റെ തീരുമാനപ്രകാരം ജനസംഘം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അന്നാണ്. ആദ്യമായി കേരളത്തിൽ മത്സരിക്കും. എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കുന്നില്ല. സംസ്ഥാനത്തെ ജനസംഘം പ്രവർത്തകരാകെ 4 മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിച്ച് 4 നിയമസഭാ മണ്ഡലങ്ങളിലാണ് അവർ മത്സരിച്ചത്. പട്ടാമ്പിയും കോഴിക്കോടും ഗുരുവായൂരും മണ്ടത്തോടും ഈ 4 മണ്ഡലങ്ങളാണെന്ന് അവർ മത്സരിച്ചത്. RSSന്റെ നേതാവായ ദീനദയാൽ ഉപാധ്യായ കേരളത്തിൽ വന്നു. ദീനദയാൽ ഉപാധ്യായാണ് ജനസംഘത്തിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. 4 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തകൃതിയായി മുന്നേറി. ആ ഘട്ടത്തിലാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ദീനദയാൽ ഉപാധ്യായയെ സന്ദർശിച്ച് സഹായം അഭ്യർത്ഥിക്കുന്നത്. അന്ന് കോൺഗ്രസ് മുന്നോട്ട് വെച്ച ആശയം, ഞങ്ങളുടെയും നിങ്ങളുടെയും ലക്ഷ്യം ഒന്നാണ്, കമ്മ്യൂണിസ്റ്റുകാരെ തോൽപ്പിക്കണം. എങ്കിൽ നമ്മൾ രണ്ടായി മത്സരിക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് ഒരുമിച്ച് ചേർന്ന് മത്സരിച്ചും കൂടെ എന്നായി. ദീനദയാൽ ഉപാധ്യായക്ക് വിയോജിപ്പുണ്ടായില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു, എന്ത് ചെയ്യാം, ഞങ്ങൾ 4 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പോയി, മറ്റെല്ലായിടത്തും നിങ്ങളെ സഹായിക്കാം. എങ്കിലും നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് പ്രഖ്യാപിച്ച 4 സ്ഥാനാർത്ഥികളിൽ ഒരാളെ ഞങ്ങൾ പിൻവലിക്കുന്നു, ഞങ്ങൾ മരവിപ്പിക്കും. അങ്ങനെ ദീനദയാൽ ഉപാധ്യായ പ്രഖ്യാപിച്ച് പ്രചരണം ഒരു ഘട്ടം പിന്നിട്ട പട്ടാമ്പിയിലെ ജനസംഘത്തിന്റെ സ്ഥാനാർത്ഥി P. മാധവമേനോന്റെ സ്ഥാനാർത്ഥിത്വം മരവിപ്പിച്ചു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി A. രാഘവൻ നായർക്ക് ജനസംഘം പിന്തുണ പ്രഖ്യാപിച്ചു. 1960 രണ്ടാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായി RSSും കോൺഗ്രസും കൈകോർത്ത് പിടിച്ച് സംയുക്ത സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചു. പട്ടാമ്പിയിലെ രാഘവൻ നായർ. അതും പ്രഖ്യാപിച്ച് പ്രചരണം തുടങ്ങിയ സ്ഥാനാർത്ഥിയെ ജനസംഘം മരവിപ്പിച്ചു. അങ്ങനെ ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും RSSും കൈകോർത്ത് പിടിച്ച് സംയുക്ത സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചത്
പട്ടാമ്പിയിൽ ആരെ തോൽപ്പിക്കാനായിരുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അന്ന് പട്ടാമ്പിയിൽ മത്സരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുടെ പേരാണ് EMS നമ്പൂതിരിപ്പാട്. EMSനെ തോൽപ്പിക്കാൻ 60-ലെ തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പിയിൽ RSSനും കോൺഗ്രസിനും സംയുക്ത സ്ഥാനാർത്ഥിയായി. ഞാനിവിടെ പറയുന്നത് ഏതെങ്കിലും ഒരു രഹസ്യ ധാരണയെ കുറിച്ചല്ല, തെരഞ്ഞെടുപ്പിലെ നീക്കുപോക്കിനെ കുറിച്ചല്ല. നീക്കുപോക്കിനും ധാരണയ്ക്കും അപ്പുറം ജനങ്ങളുടെ മുൻപാകെ പരസ്യമായി RSSനും കോൺഗ്രസിനും സംയുക്ത സ്ഥാനാർത്ഥി ഈ കേരളത്തിന്റെ അനുഭവമാണ്. പറഞ്ഞു വന്നത് വർഗീയ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാനല്ല, നൈമിഷികമായ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി RSSന്റെ തോളിൽ കൈയിട്ട് നിൽക്കാനാണ് രാജ്യമെമ്പാടും കേരളത്തിലും കോൺഗ്രസ് തയ്യാറായിട്ടുള്ളത്. ഇത് ഒറ്റപ്പെട്ടൊരു അനുഭവമല്ല. ഒരു ദശാബ്ദം കഴിഞ്ഞപ്പോഴാണ് 1971 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ലോകസഭാ മണ്ഡലത്തിൽ CPIMന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സഖാവ് AKG ആയി. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന കേരളത്തിലെ ഗണ്യമായ ഒരു വിഭാഗം സാധാരണക്കാരായ മനുഷ്യർ ദൈവതുല്യനായ നേതാവായി കണക്കാക്കിയ നേതാവാണ് സഖാവ് AKG. AKGയെ തോൽപ്പിക്കാൻ 71-ലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാലക്കാടും കോൺഗ്രസും RSSും പരസ്യമായി കൈകോർത്തു. ഇത്തവണ RSSന്റെ നേതാവിനെയാണ് കോൺഗ്രസും പിന്തുണച്ച് സംയുക്ത സ്ഥാനാർത്ഥിയാക്കിയത്. RSSന്റെ ജില്ലാ കാര്യവാഹകായിരുന്ന പ്രൊഫസർ TC ഗോവിന്ദൻ കോൺഗ്രസിന്റെ കൂടി സ്ഥാനാർത്ഥി. മുസ്ലിം ലീഗും ആ സ്ഥാനാർത്ഥിക്കാണ് പിന്തുണ. കോൺഗ്രസും ജനസംഘവും മുസ്ലിം ലീഗും സംയുക്തമായി AKGയെ തോൽപ്പിക്കാൻ RSSന്റെ ജില്ലാ കാര്യവാഹകനെ സ്ഥാനാർത്ഥി. പട്ടാമ്പിയിലെ പോലെ പാലക്കാടും പ്രബുദ്ധരായ ജനങ്ങൾ പക്ഷേ വർഗീയ വലതുപക്ഷ കൂട്ടുകെട്ടിനെ പരാജയപ്പെടുത്തി തോൽപ്പിച്ചു. അത് കഴിഞ്ഞ് ദേശീയ തലത്തിൽ തന്നെ സമാനമായ പല സാഹചര്യങ്ങളും ഉണ്ടായി. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇന്ത്യയെ പിടിച്ചുകുലുക്കിയ ബൊഫോഴ്സ് കുംഭകോണത്തിന്റെ കാലം. രാജ്യവ്യാപകമായി അഴിമതിക്കെതിരായ വലിയ ജനവികാരം ഉയർന്നു വന്നപ്പോൾ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥിതി പരിങ്ങലാവും എന്ന് കണ്ട് രാജീവ് ഗാന്ധി തന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായി കൂടി രാഷ്ട്രീയ ലോകം വിലയിരുത്തുന്ന വിശ്വസ്തനായ കോൺഗ്രസിന്റെ MP, നാഗപ്പൂരിൽ നിന്നുള്ള കോൺഗ്രസിന്റെ MP ശ്രീ ബൻവാരിലാൽ പുരോഹിതനെയാണ് RSSന്റെ സർസംഘചാലകന്റെ അടുത്തേക്ക് രാജീവ് ഗാന്ധി പറഞ്ഞയച്ചത്. രാജീവ് ഗാന്ധിയുടെ ദൂതനായി കടന്നു ചെന്ന RSSന്റെ ഇഷ്ടക്കാരൻ കൂടിയായ നാഗപ്പൂരിലെ കോൺഗ്രസിന്റെ MP ബൻവാരിലാൽ പുരോഹിതൻ രാജീവ് ഗാന്ധിയുടെ സന്ദേശം കൈമാറി. അത് മറ്റൊന്നുമായിരുന്നില്ല, ലോകസഭാ തെരഞ്ഞെടുപ്പിൽ RSSന്റെ സഹായം വേണം, പകരം ബാബറി മസ്ജിദിൽ ശിലാന്യാസം നടത്താൻ അനുവാദം തരാം. അതിനെ തുടർന്ന് എന്ത് സംഭവിച്ചു എന്ന് എല്ലാവർക്കും അറിയാം. ബാബറി മസ്ജിദിൽ ശിലാന്യാസം നടത്താൻ RSSന് അനുവാദം കൊടുത്തു. ബാബറി മസ്ജിദിന്റെ 92-ലെ തകർച്ചയുടെ ആദ്യപടി അവിടെ നിന്ന് ആരംഭിച്ചു. രാജ്യവ്യാപകമായി വലിയ വിമർശനം ഉയർന്നു വന്നു. അന്ന് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ വഞ്ചിക്കുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ നേതൃത്വം തെറ്റായ ഒരു പ്രചാരവേലയ്ക്ക് നേതൃത്വം കൊടുത്തു. ചന്ദ്രികയിൽ അന്ന് വന്ന വാർത്ത ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ശിലാന്യാസം നടത്തിയത് മസ്ജിദിലല്ല എന്നായിരുന്നു വാർത്ത. ചരിത്രത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു നുണ മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ സാക്ഷ്യമായി വന്നു. അധികം വൈകാതെ രാജീവ് ഗാന്ധി ദൂതനായി പറഞ്ഞയച്ച ബൻവാരിലാൽ പുരോഹിത് രാമജന്മഭൂമി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ നേതാവായി BJPയിൽ ചേർന്നു. അപ്പോഴേക്ക് ജനസംഘമൊക്കെ മാറി BJP ആയി. ദേശീയ തലത്തിൽ ഇത്തരത്തിലുള്ള ധാരണകളും കച്ചവടവും നടക്കുമ്പോഴാണ് 91-ൽ നിയമസഭയിലേക്കും പാർലമെന്റിലേക്കും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പിലാണ് പിൽക്കാലത്ത് കുപ്രസിദ്ധമായി മാറിയ കോലീബി സഖ്യം രൂപപ്പെട്ടു വന്നത്. അത്
ഇവിടെ ഒത്തുകൂടുന്നവരെല്ലാം ഒരുപക്ഷെ ഓർക്കുന്നുണ്ടാവും. ബേപ്പൂരിലും വടകരയും സഖാവ് ടി.കെ. ഹംസയെ പരാജയപ്പെടുത്താൻ ബേപ്പൂരിൽ RSS കർസേവകനായിരുന്ന ഡോക്ടർ മാധവൻകുട്ടിയെ UDF-ന്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. കോൺഗ്രസും ലീഗും BJP-യും കൈകോർത്തു. ആദരണീയനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മാധവൻകുട്ടിയെ വിശേഷിപ്പിച്ചു, ഇത് പാണക്കാട്ടെ കുട്ടിയാണ്. ആ സമയത്ത് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വടകരയിൽ KP ഉണ്ണികൃഷ്ണനെ പരാജയപ്പെടുത്താൻ RSS-ന്റെ നേതാവ് കൂടിയായ അഡ്വക്കേറ്റ് രമണ സിംഗിനെ UDF സ്ഥാനാർത്ഥിയാക്കി. അങ്ങനെ 60-ൽ പട്ടാമ്പിയിൽ നിന്ന് ആരംഭിച്ച കോൺഗ്രസുമായുള്ള പരസ്യ സഖ്യം പാലക്കാടും ബേപ്പൂരും വടകരയും എല്ലാമായി വളർന്നു വരുന്നതിന് കേരളം സാക്ഷ്യം വഹിച്ചു. ഞാനിവിടെ പരാമർശിച്ചതെല്ലാം പരസ്യമായ തെരഞ്ഞെടുപ്പ് സഖ്യങ്ങളെ കുറിച്ചാണ്, രഹസ്യധാരണകളെ കുറിച്ചല്ല, ആരോപണമല്ല, ചരിത്ര സത്യം. രഹസ്യധാരണയുടെ വിശദാംശങ്ങൾ ഞാനിവിടെ പറയുന്നില്ല. കാരണം അതറിയാൻ താല്പര്യമുള്ളവർ അക്കാലത്ത് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന KG മാരാരുടെ ആത്മകഥ വായിച്ചാൽ മതി. അതിലൊരു അധ്യായം ഇതിനെക്കുറിച്ച് മാത്രം പ്രതിപാദിക്കുന്നു. പാഴായ പരീക്ഷണം എന്നാണ് അധ്യായത്തിന്റെ പേര്. കേരളത്തിലെ 50ഓളം നിയമസഭാ മന്ദിരങ്ങളിൽ കോൺഗ്രസുമായി K. കരുണാകരനുമായി ധാരണയുണ്ടാക്കിയ ചരിത്രത്തെക്കുറിച്ച് വിശദമായി അതിൽ KG മാരാർ പറയുന്നു. പക്ഷെ ഇവിടെ ജയിക്കാൻ പറ്റില്ല. അതാണ് പാഴായ പരീക്ഷണം എന്നെഴുതി.